ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു 24x7 ഹാങ് ഔട്ട് സ്പേസാണ് ചെന്നൈയിലുള്ള കത്തിയാപ്പാറ അർബൻ സ്ക്വയർ. ഇവിടെയുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹാങ് ഔട്ട് സ്പേസാണ്. കത്തിയാപ്പാറ ജംഗ്ഷൻ്റെ ഫ്ലൈ ഓവറിൻ്റെ തൊട്ട് താഴെയാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ. ഗിണ്ടി മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇതൊരു 24x7 ഹാങ് ഔട്ട് സ്പേസാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്പോട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. 2 വീലർ പാർക്കിങ്ങിന് 10 റുപ്പീസാണ് ചാർജ് വരുന്നത്. നമ്മൾ ഗൂഗിൾ പേ ചെയ്യുവാണെങ്കിൽ, ക്യാഷ് ആയിട്ടാണെങ്കിൽ അവർ 20 റുപ്പീസാണ്. ഡിജിറ്റൈസേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണിത്. കൂടാതെ ഇവിടുത്തെ ടോയ്ലറ്റ് പേ ആൻഡ് യൂസ് ആണ്, അതൊന്ന് ഓർമ്മയിരിക്കട്ടെ കേട്ടോ. അപ്പം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസാണ്. മെയിനായിട്ട് കിഡ്സിൻ്റെ പ്ലേ ഏരിയാസ്, അതേപോലെ തന്നെ കുറേ ഷോപ്പിംഗ് ഏരിയാസ്, പിന്നെ ധാരാളം ഫുഡ് ഔട്ട്ലെറ്റ്സുകൾ. ഇത് മൂന്നുമാണ് ഈ ഒരു പ്ലേസിൻ്റെ ഹൈലൈറ്റ്. മെയിൻ ഹൈലൈറ്റ് 24x7 ആണെന്നുള്ളതാണ്. നമുക്കൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് പോയിരിക്കണം, ഒന്ന് നടക്കണം, അല്ലെങ്കിൽ ചില ടൈമിൽ ഇവിടെ ഇവൻറ്റ്സ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അതായത് കൺസേർട്ടുകൾ, ചില മ്യൂസിക് ബാൻഡ്സുകളൊക്കെ വന്നിട്ട് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. സോ അങ്ങനെ മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ടൊന്ന് വരണം, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ഹാങ് ഔട്ട് സ്പേസാണ്. ഈ കാണുന്നത് അപ് ടൗൺ ഗെയിം സോണിലോട്ടുള്ള എൻട്രൻസ് ആണ്. അതുവഴിയാണ് നമ്മൾ അപ് ടൗൺ കിഡ്സ് പ്ലേ ഏരിയയിലോട്ട് പോകുന്നത്. ഇത് 2 സെക്ഷനായിട്ടാണ്. ഫുഡ് ഔട്ട്ലെറ്റുകൾ ഒരു സൈഡിലും കിഡ്സ് പ്ലേ ഏരിയ വേറൊരു സൈഡിലുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെറിയ ടോയ് ട്രെയിൻസ് ഒക്കെ കളിക്കാനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള റൈഡ്സും ഉണ്ട് കേട്ടോ. അതായത് ഊഞ്ഞാൽ, സീസോ, സ്ലൈഡ്, അങ്ങനെയുള്ള റൈഡ്സിന് പുറമെ സോഫ്റ്റ് പ്ലേ സെൻറ്റേഴ്സും വേറെ VR ഗെയിംസ് അങ്ങനെയുള്ള ഒരു സെക്ഷൻ വേറെയുമുണ്ട്. ചില റൈഡ്സൊക്കെ പെയ്ഡാണ്, ചിലത് നമുക്ക് പെയ്ഡ് അല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. കണ്ട മെറീഗോ റൗണ്ടൊക്കെ ഈ കാണുന്ന സെക്ഷനൊന്നും പെയ്ഡല്ല. പക്ഷേ ട്രെയിനിൽ കയറണം അല്ലെങ്കിൽ സോഫ്റ്റ് പ്ലേ സെൻറ്റേഴ്സിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അത് പെയ്ഡ് സർവീസാണ്. ഇവർക്ക് ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഇവിടെ ഞാൻ ടിക്കറ്റ് അങ്ങനെ എടുത്തിട്ടില്ല. സോ ടിക്കറ്റ് റേറ്റ്സ് ആപ്ലിക്കബിൾ ആണ് ബാക്കിയുള്ള റൈഡ്സിൽ കയറാനായിട്ട്. ഇതാണ് നമ്മുടെ സോഫ്റ്റ് പ്ലേ സെൻറ്റേഴ്സും അതേപോലെ VR ഗെയിമിംഗ് സെൻറ്ററും ബാക്കി കിഡി റൈഡ്സ് ഒക്കെ ഉള്ള ഏരിയ. ഇതൊരു സെപ്പറേറ്റ് പോർഷനായിട്ടാണ്. ഇവിടെ ധാരാളം ഇതേപോലുള്ള ഗെയിംസൊക്കെ ഉണ്ട്. ടിക്കറ്റ് ഇല്ലെങ്കിലും വെറുതെ ഇങ്ങനെ നമുക്ക് കയറിയിരുന്ന് കളിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സോഫ്റ്റ് പ്ലേ സെൻറ്ററിലോട്ടുള്ളതാണ് എൻട്രൻസ് ആണിത്. ശരിക്കും ഈ ഒരു ഏരിയ ഓൺ ആക്കുന്നത് ഒരു 7:30 PM ഒക്കെ കഴിയുമ്പോഴാണ്. മൊത്തം ലൈറ്റിങ്സ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഈ ഏരിയ ഓൺ ആകും. ഈ കാണുന്നത് മെട്രോ ആട്ടോ, ചെന്നൈ മെട്രോ. അതേപോലെ തന്നെ പൊക്കത്ത് നിങ്ങൾ സ്പോട്ട് ചെയ്ത് കാണും, ഒരു എയ്റോപ്ലെയിനും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അറ്റ് എ ടൈം സെയിം ടൈം തന്നെ നമുക്ക് എയ്റോപ്ലെയിൻ പോകുന്നതും ചെന്നൈ മെട്രോ പോകുന്നതും അതേപോലെ റോഡിലൂടെ പോകുന്ന വണ്ടികളും അറ്റ് എ ടൈം ഒരേ സ്പോട്ടിൽ നിന്ന് കാണാം എന്നുള്ളതാണ്. പമ്മൂസിനത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, പ്ലെയിൻ പോകുന്നതും മെട്രോ പോകുന്നതും. ഇങ്ങനെ പിന്നെ കുഞ്ഞിൻ്റെ ഇഷ്ടം JCB അതൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ പമ്മു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ഓരോന്നും, കാരണം ഒരേ സ്ഥലത്ത് നിന്ന് എല്ലാം കാണുമല്ലേ, നല്ലൊരു കാഴ്ചയാണത്. ഇതാണ് ഇവിടെ പറഞ്ഞ ടോയ് ട്രെയിൻ. ഇതിനും ടിക്കറ്റ് ചാർജ് ഉണ്ട് ഇതിൽ കയറുന്നതിന്. നടന്ന് തളർന്നു കേട്ടോ കൊച്ച്. വെള്ളം കുടിച്ചിനി അടുത്ത ഓട്ടത്തിലോട്ട് പോവുകയാണ്.
ഇങ്ങനെയുള്ള കുറേ റെസ്റ്റിംഗ് പ്ലേസസ് ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഇരുന്ന് നമുക്ക്, ഞാൻ ചില ടൈമിൽ ഇവിടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതാണ് നിരനിരയായിട്ട് ഫുഡ് ഔട്ട്ലെറ്റ്സുകളാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഔട്ട്ലെറ്റ്സുകളൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ അമൂലാണെങ്കിൽ ടാം പോപ്കോൺ, പിന്നെ അതേപോലെ സ്റ്റാർബക്സ്, ജൂനിയർ കുപ്പണ്ണ, ഇഷ്ടംപോലെ പിസ്സ ഹട്ട്, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സും അതല്ലാതെയും ആയിട്ടുള്ള നിരവധി ഫുഡ് ഔട്ട്ലെറ്റുകൾ ഒരു സൈഡിലുണ്ട്. തൊട്ടിപ്പുറത്ത് ഇതേപോലെ കുറേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പേസും അവൈലബിൾ ആണ്. റേറ്റ്സ് ഒക്കെ കുറച്ച് കൂടുതലാണ്. ടോയ്സും മെറ്റീരിയൽസൊക്കെയാണ് കൂടുതൽ. പക്ഷേ കാണാൻ നല്ല രസമാണ്, ആളുകൾ മേടിക്കുന്നുമുണ്ട്. ഫുഡ് ഔട്ട്ലെറ്റ് ഏരിയ ഇങ്ങനെ അങ്ങ് നിരന്ന് കിടക്കുവാണ്. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. എന്ത് കഴിക്കണം എന്ന് തോന്നിയാലും പല വെറൈറ്റി ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ചീപ്പായിട്ട് കഴിക്കാൻ പറ്റിയത് ഈ ടാം പോപ്കോൺ ആട്ടോ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സീസണിങ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തന്നെ നമ്മുടെ പോപ്കോണിൽ ആഡ് ചെയ്യാം. ആ സീസണിങ് ആണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. സ്മോൾ, മീഡിയം, ലാർജ് സൈസിൽ വളരെ ചീപ്പാണ്. എനിക്ക് തോന്നുന്നു സ്മോൾ ടബിന് 60 rupees ആണ്. അപ്പം ഇവിടെ ഉള്ളതിൽ വെച്ച് ചീപ്പായിട്ട് ഏറ്റവും കഴിക്കാൻ പറ്റിയൊരു ഫുഡ് ഐറ്റമാണ്. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് തീം ബേസ്ഡ് സ്റ്റാർബക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പോട്ടിലാട്ടോ. ചെട്ടിനാട് തീമിലുള്ള സ്റ്റാർബക്സ്, അതാണ് നിങ്ങൾക്ക് ആ പുറകിൽ കാണാൻ പറ്റുന്നത്. അവിടെ കുറേ ആൾക്കാർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ടിക്കറ്റ് ഒരു ഹാങ്ങൗട്ട് സ്പേസാണ്. ഫുൾ ടൈം ലൈവ്ലി ആയിട്ടുള്ള സ്പേസാണ്. സോ ബൈ ഗൈസ്, ഇവിടെയുള്ളവർ ഈ ഒരു പ്ലേസ് പോയി വിസിറ്റ് ചെയ്യുക. Thanks for watching.